ഹായ് ഫ്രണ്ട്സ്, PSC ബിഗിനേഴ്സിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മുൻകാല PSC നിന്നും എടുത്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു റിവിഷൻ ക്ലാസ്സുമായിട്ടും അതുപോലെ തന്നെ വ്യത്യസ്ത തരമായിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ ചെയ്യുന്നതിലൂടെ നമുക്ക് റിവിഷൻ ആവുകയും ചെയ്യും. അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻസുകൾ ചെയ്യേണ്ടത് എന്നും മനസ്സിലാകും. അതുപോലെ ഇത് ഞാൻ എടുത്തിരിക്കുന്നത് റീസെന്റ് ആയിട്ടുള്ള PSC ക്വസ്റ്റ്യൻസിൽ നിന്നുമാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോഴുള്ള PSCയുടെ എങ്ങനെയാണ് ചോദിക്കുക എന്നത് നമുക്ക് ക്ലിയർ ആയി മനസ്സിലാക്കാൻ ഇത് സഹായിക്കും. അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ വിവിധ ആംഗിളിലൂടെയും അതുപോലെ തന്നെ എത്ര പെട്ടെന്ന് ഓർമ്മിക്കാൻ പറ്റും, എങ്ങനെ അനലൈസ് ചെയ്യണം എന്ന് നമുക്ക് ഈ ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, 65 വിദ്യാർത്ഥികളുള്ള ഒരു ക്ലാസ്സിൽ രമേശിന്റെ സ്ഥാനം 21 ആണെങ്കിൽ താഴെ നിന്ന് എണ്ണുമ്പോൾ രമേശിന്റെ സ്ഥാനം എത്രയായിരിക്കും? അപ്പൊ നമുക്കിതൊരു ക്യൂവിന്റെ പാറ്റേൺ ആണ് വരുന്നത്. അപ്പൊ ക്യൂ നിൽക്കണം, ഇങ്ങനെ ഒരു ക്യൂ ആണ് വയ്ക്കാം. ഈ ക്യൂവില് മൊത്തം 10 പേരുണ്ട് വിചാരിക്കാം. എത്ര പേരുണ്ട്? 10 പേരുണ്ട്. അപ്പൊ ഒരാളുടെ പൊസിഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം: 1 2 3 4 5 6 7 8 9 10. ഇങ്ങനെ 10 പേരുണ്ട്. ഇതിൽ ഞാൻ നോക്കുന്ന നാലാമത്തെ ആളുടെ പൊസിഷനാണ് ഞാൻ നോക്കുന്നത് വയ്ക്കാം. അപ്പം ഫ്രണ്ടിൽ നിന്നും എണ്ണുമ്പോൾ എങ്ങനെയായിരിക്കും? മുകളിൽ നിന്ന് എണ്ണുമ്പോൾ 1 2 3 നാലാമത്തെ പൊസിഷൻ ആയിരിക്കും. ഇനി ബാക്കിൽ നിന്ന് നോക്കുകയാണ് വയ്ക്കാം. അപ്പൊ എങ്ങനെയാണ് പൊസിഷൻ വരിക? 10 1 2 3 4 5 7. ഏഴാമത്തെ പൊസിഷൻ ആയിരിക്കും 4 വരിക. എങ്ങനെയാണ്? ബാക്കിൽ നിന്ന് 1 2 3 4 5 6 7. ഏഴാമത്തെ പൊസിഷനാണ് വരിക. അപ്പൊ ഇങ്ങനെ നോക്കുന്ന സമയത്ത് അപ്പൊ പൊസിഷനുകളുടെ ടോട്ടൽ എണ്ണം നോക്കുമ്പോൾ പൊസിഷൻ വെച്ച സമയത്ത് നമ്മൾ ടോട്ടൽ എണ്ണം നോക്കുമ്പോൾ എത്ര വരും? 4 + 7 11. അതേസമയം ആക്ച്വൽ ക്യൂവിലുള്ള എത്ര പേരാണ്? 10 പേരാണ് ഉള്ളത്. അപ്പൊ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? നമ്മുടെ പൊസിഷൻ എന്ന് പറയുന്നത്, പൊസിഷൻ വെച്ച് നോക്കുന്ന സമയത്ത് രമേശ് സ്ഥാനങ്ങൾ വെച്ച് നോക്കുന്ന സമയത്ത് മുന്നിൽ നിന്നും ബാക്കിൽ നിന്നുമുള്ള സ്ഥാനങ്ങളുടെ എണ്ണം -1 ആയിരിക്കും ക്യൂവിന്റെ എണ്ണം. എങ്ങനെ? ഒരു ക്യൂവിലുള്ള മുമ്പിലുള്ള പൊസിഷൻ പ്ലസ് പിന്നാലെയുള്ള ആളുകളുടെ എണ്ണം -1 ആയിരിക്കും ക്യൂവിന്റെ എണ്ണം എന്ന് പറയുന്നത്. അപ്പൊ 65 വിദ്യാർത്ഥികളുള്ള ക്ലാസ്സിലെ രമേശിന്റെ സ്ഥാനം 21 ആണ്. അപ്പൊ ഫ്രണ്ടിൽ നിന്ന് 21 ആണ്. ഇനി ബാക്കിൽ നിന്ന് എത്രയാണ്? X നമുക്ക് അറിഞ്ഞൂടാ. പിന്നെന്താ പറഞ്ഞത്? -1 ചെയ്യുന്ന സമയത്ത് 21 + X, -1 ചെയ്യുന്ന സമയത്ത് എന്ത് വരണം? ടോട്ടൽ ഉള്ള ആളുകളുടെ എണ്ണം വരണം. അതായത് 21 + X = 65 + 1 എന്ന് വരും. അതായത് X എന്ന് പറയുന്നത് എത്രയാവും? 66 - 21, അതായത് 45 എന്നുള്ള ആൻസർ വരും. അപ്പൊ അതിന്റെ ആൻസർ എന്താണ്? A ആണ് ആൻസർ. അതാണ് A ആണ് ആൻസർ. 45 ആണ് വരിക. അപ്പൊ അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്, ഒരു ക്ലാസ്സിലോ അല്ലെങ്കിൽ ഒരു ക്യൂവിലോ ഒരു ആളുടെ മുൻപിലുള്ള ആളുകളുടെ എണ്ണം പ്ലസ് അയാളുടെ പൊസിഷൻ ഫ്രം ബാക്കിൽ നിന്നും ഉള്ള പൊസിഷന്റെ എണ്ണം -1 ആയിരിക്കും ക്യൂവിലുള്ള ടോട്ടൽ ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത്. അടുത്തത്, കപ്രേക്കർ സ്ഥിരസംഖ്യ എന്നറിയപ്പെടുന്നത് ഏതാണ്? ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് 61 74 ആണ്. ഇത് നമുക്ക് ഇങ്ങനെ ഓർത്തു വെക്കണം എന്നത് ഇല്ല. നമുക്ക് ഇങ്ങനെ ഒരു എക്സാമ്പിൾ എടുത്താൽ മതി. നമുക്ക് ഇരട്ട സംഖ്യകൾ ഉണ്ടല്ലോ, അതായത് 8 6 4 2. ഇവയെ ആരോഹണ ക്രമത്തിലും പിന്നെ അവരോഹണ ക്രമത്തിലും എഴുതുക: 2 4 6 8. അതിനുശേഷം ഈ സംഖ്യയിൽ നിന്നും ഈ സംഖ്യ കുറച്ച് നോക്കുക. അപ്പൊ എത്ര വരും? 12 - 8 4 3 ആണ്. 13 6 വയ്ക്കുക 7 വരും. ഇവിടെ എത്തിയിരിക്കുന്നത് 5 ആണ്. 5 4 വയ്ക്കുക 1 വരും. 8 2 വയ്ക്കുക 6 1 7 4. ഇങ്ങനെ ഓർത്ത് വയ്ക്കുക. ഇങ്ങനെയോ അല്ല, ഇനി ഒറ്റ സംഖ്യകൾ 1 3 5 7 4 സംഖ്യ എടുക്കാം. അതിന്റെ അവരോഹണ ക്രമം എടുക്കുക: 7 5 3 1. അപ്പൊ ആദ്യം അവരോഹണ ക്രമത്തിൽ എഴുതുക, പിന്നെ ആരോഹണ ക്രമത്തിൽ എഴുതുക. അവ തമ്മിൽ കൂട്ടിയാല്, അവ തമ്മിൽ കുറച്ചാല് നമുക്ക് ഈ സംഖ്യ വരും. ഇതാണ് കപ്രേക്കർ സ്ഥിരസംഖ്യ എന്നറിയപ്പെടുന്നത്, 61 74 എന്നുള്ളത്. അപ്പൊ ഇത് കാണാനും പഠിക്കാനുള്ള വിഷമമുള്ളവർക്ക് എന്ത് ചെയ്താൽ മതി? ഇങ്ങനെയുള്ള ഒരു സംഖ്യ നമ്മൾ കുറച്ചിട്ട് അവിടെ നിന്ന് കണ്ടുപിടിച്ചാലും മതി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 8 വർഷം മുമ്പ് അച്ഛന്റെ പ്രായം മകന്റെ പ്രായത്തിന്റെ 4 മടങ്ങായിരുന്നു. അപ്പൊ നമുക്ക് ഇപ്പോഴത്തെ പ്രായം, അച്ഛന്റെ പ്രായം A എന്നെടുക്കാം, മകന്റെ പ്രായം M എന്നെടുക്കാം. 8 വർഷം മുമ്പ്, അതായത് A - 8 എന്ന് പറയുന്നത് മകന്റെ പ്രായത്തിന്റെ
A-8 എന്നുള്ളത് മകന്റെ വയസ്സിന്റെ 4 മടങ്ങായിരുന്നു. ഇനി 8 വർഷത്തിന് ശേഷം, അതായത് A+8 എന്ന് പറയുന്നത് മകന്റെ പ്രായത്തിന്റെ 2 മടങ്ങായിരിക്കും. എങ്കിൽ അച്ഛന്റെ ഇപ്പോഴത്തെ വയസ്സ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് ഒന്നാമത്തെ ഇക്വേഷൻ നിന്നും ഇതിനെ രണ്ടാമത്തെ ഇക്വേഷൻ ആയിട്ടും എടുക്കാം. അപ്പോൾ 2a ഇത് രണ്ടും നമ്മൾ കൂട്ടുന്ന സമയത്ത് എന്താ, 2a is equal to 6m minus 16 എന്ന് കിട്ടും. അതായത് a is equal to 3m minus 8 എന്ന് കിട്ടും. ഇതാണ് മൂന്നാമത്തെ ഇക്വേഷൻ. അപ്പൊ ഈ മൂന്നാമത്തെ ഇക്വേഷൻ എന്ത് ചെയ്യണം, ഈ മൂന്നാമത്തെ ഇക്വേഷൻ നമ്മൾ രണ്ടാമത്തെ ഇക്വേഷൻ ഇടുകയാണ്. അതായത് 3m മൈനസ് a is equal to 3 minus m minus 8 plus 8 is equal to 2 into m plus 8 എന്നാവും. അപ്പൊ ഇത് ചെയ്യുന്ന സമയത്ത് എന്താ, 3m is equal to 2m plus 16 എന്നാവും. അപ്പോൾ m is equal to എന്താണ്, 16 എന്ന് നമുക്ക് കിട്ടും. ഇനി ഈ m is equal to 16 നമ്മൾ എന്ത് ചെയ്തു, നാലാമത്തെ ഇക്വേഷൻ അതായത് ഇതിൽ ഇട്ടാണ് വെക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, a is equal to 3 into 16 minus 8 അതായത് 48 മൈനസ് 8 is equal to 40 എന്ന് കിട്ടും. അപ്പോൾ 94 എന്താണ് ആൻസർ, സി ആണ് ആൻസർ. ഇതാണ് നമുക്ക് സാധാരണയായിട്ട് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇനി നമുക്കിത് ക്രൈറ്റീരിയ കറക്റ്റാണ് നോക്കാം. ഇപ്പോഴത്തെ വയസ്സ് 40, മകന്റെ വയസ്സ് എത്രയാണ് നമ്മൾ തന്നിരിക്കുന്നത്, മകന്റെ വയസ്സ് 16 തന്നിരിക്കുന്നത്. 8 വർഷത്തിന് ശേഷം അതായത് 48 ആവുന്ന സമയത്ത് മകന്റെ വയസ്സ് എന്താവും, 16 24. അപ്പോൾ മകന്റെ പ്രായത്തിന്റെ ഇരട്ടിയായിരിക്കും അച്ഛന്റെ വയസ്സ് എന്ന് പറയുന്നത്. ഇനി 8 വയസ്സ് മുമ്പിനോ 40 മൈനസ് 8 32. അപ്പൊ മകന്റെ വയസ്സ് എന്തായിരുന്നു, 8 ആയിരുന്നു. അപ്പോൾ 4 32. 8 വർഷം മുമ്പ് അച്ഛന്റെ വയസ്സ് എന്ന് പറയുന്നത് മകന്റെ വയസ്സിന്റെ 4 മടങ്ങാണ്. 8 വർഷത്തിന് ശേഷമാവുന്ന സമയത്ത് അച്ഛന്റെ വയസ്സ് മകന്റെ വയസ്സിന്റെ ഇരട്ടിയായിരിക്കും. അപ്പൊ ഇതെല്ലാം സാറ്റിസ്ഫൈ ആവുന്നുണ്ട്. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് സി ആണ്. ഒന്നില്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ആൻസർ എന്ത് ചെയ്യാം, നേരെ ഇങ്ങനെ ഓപ്ഷൻ എടുത്ത് നോക്കിയിട്ട് നമുക്കത് ചെയ്യാനും പറ്റും. അതാണ് കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് ക്രൈറ്റീരിയ എന്തൊക്കെയാണ് തന്നത്, അച്ഛന്റെയും മകന്റെയും വയസ്സ് എന്ന് പറയുന്നത് തന്നിട്ടുണ്ടായിരുന്നു. 8 വർഷം മുമ്പ് മകന്റെ വയസ്സിനെ അപേക്ഷിച്ച് 4 മടങ്ങായിരുന്നു. അപ്പൊ അതാണ് a-8 is equal to 4 into m minus 8 എന്ന് നമ്മൾ കണ്ടുപിടിച്ചത്. അടുത്തതിൽ എന്തായിരുന്നു, 8 വർഷത്തിന് ശേഷം മകന്റെ വയസ്സിന്റെ 2 ഇരട്ടിയായിരുന്നു എന്ന് പറഞ്ഞു. അവ നമ്മൾ സോൾവ് ചെയ്തപ്പോൾ ഇങ്ങനെ ആൻസർ കിട്ടി. അത് നാം a is equal to 3 minus 8 എന്ന് കിട്ടി. ഈ ഇക്വേഷന് നമ്മൾ എന്ത് ചെയ്തു, രണ്ടാമത്തെ ഇക്വേഷൻ ഇട്ട് സോൾവ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, m is equal to 16 എന്നുള്ള ആൻസർ കിട്ടി. a is equal to അതൊന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ദെൻ നമ്മൾ വീണ്ടും റിവേഴ്സ് ആയിട്ട് ഒന്ന് ചെയ്തു നോക്കി. ഇനി നമുക്ക് ഓപ്ഷൻ മാത്രം ഇട്ട് ഒന്ന് വിധി നോക്കാം. ആദ്യം നമ്മൾ 16 വയസ്സാവാൻ ചാൻസ് ഇല്ല എന്ന് നമുക്ക് അറിയാവുന്നതുകൊണ്ട് അത് വിടാം. അപ്പൊ 16 എടുക്കാൻ വയ്ക്കാം. 16 അച്ഛൻ്റെ വയസ്സാണ് വെച്ചാൽ മകന്റെ വയസ്സ് അറിയില്ല, 16 വയസ്സാവാണ്. 8 വയസ്സാകുന്ന സമയത്ത് 8 വർഷം മുമ്പ് പറഞ്ഞാൽ അച്ഛന് 8 വയസ്സ്. അപ്പൊ മകന് എത്ര വയസ്സായിരിക്കണം, മകന് 2 വയസ്സായിരിക്കണം. ഓക്കെ. ഇനി 8 വർഷം കൂടി കഴിഞ്ഞാൽ 18, ഇവിടെ 24. ഇത് ടാലി ആവുന്നില്ല. അതുകൊണ്ട് തന്നെ എ അല്ല ആൻസർ എന്ന് മനസ്സിലാകാം. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ എടുക്കാം. രണ്ടാമത്തെ ഓപ്ഷൻ എന്താണ്, അച്ഛന് വയസ്സ് 32. 8 വയസ്സ് മുമ്പ് പറഞ്ഞാൽ 24, 8 വർഷത്തിന് ശേഷം പറഞ്ഞാൽ 40. അപ്പൊ ഇതിനെന്താ ക്രൈറ്റീരിയ, അച്ഛനേക്കാൾ 4 മടങ്ങ്, മകനേക്കാൾ 4 മടങ്ങ് വയസ്സ് കൂടുതലാണ്. അപ്പൊ 24/4 ശരി 24/4 6 അദ്ദേഹത്തിന്റെ 8 വയസ്സുള്ള സമയത്ത്, 8 വർഷം മുമ്പുള്ള സമയത്ത് എന്ന് പറയുന്നത്. അപ്പൊ മകന്റെ ഇപ്പോഴത്തെ വയസ്സ് എത്ര ആയിരിക്കണം, 6 × 14 8 വർഷങ്ങൾക്ക് ശേഷം എത്ര ആയിരിക്കണം, 22 അപ്പോൾ അച്ഛന്റെ പ്രായം എന്തായിരിക്കണം, അച്ഛന്റെ പ്രായം എന്ന് പറയുന്നത് 44 അപ്പോൾ ഇത് നമുക്ക് ടാലി ആവുന്നില്ല. അപ്പൊ എന്താണ്, ഈ ആൻസർ തെറ്റാണ് എന്ന് മനസ്സിലാക്കാം. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ ഇടുകയാണ്, സി 40 ഇടുകയാണ്. 40 എന്ന സമയത്ത് 8 വർഷം മുമ്പ് എത്ര വയസ്സായിരിക്കും, 32. 8 വർഷം കഴിഞ്ഞാൽ എന്തായിരിക്കും, 48 അപ്പൊ 48 സമയത്ത് 8 വർഷത്തിന് ശേഷം മകന്റെ വയസ്സ് എന്തായിരിക്കും, പകുതി ആയിരിക്കണം, അതായത് 24 8 വർഷം മുമ്പ് എന്തായിരിക്കണം, 16
വീണ്ടും 8 കൊല്ലം കഴിഞ്ഞാൽ എന്തായിരിക്കണം? 8 ആയിരിക്കണം. ഈ സമയത്ത് എന്തായിരിക്കണം? അച്ഛന്റെ വയസ്സ് 4 മടങ്ങായിരിക്കണം. ഇത് ടാലി ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി ആണ് ആൻസർ എന്ന് പറയുന്നത്. അടുത്തത് കൂട്ടത്തിൽ പെടാത്തത് ഏത്? ആരം, ശാപം, ഞാൻ, വൃത്തം. ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് 95 ഡി ആണ് ആൻസർ. കാരണം എന്താണെന്ന് വെച്ചാല് ബാക്കിയെല്ലാം വൃത്തത്തിന്റെ ഓരോരോ പാർട്ടുകളാണ്. അതേസമയം വൃത്തം എന്ന് പറയുന്നത് ഒരു ഫുൾ ഡയമെൻഷൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വില കണ്ടെത്തുക. 16 പ്ലസ് 8 ഹരിക്കണം 4 മൈനസ് 2 ഇൻറ്റു 3 മൈനസ് 1. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ബോർഡ് മാസ് റൂൾ അപ്ലൈ ചെയ്യണം. 16 8 ഹരിക്കണം 4 മൈനസ് 2 ഇൻറ്റു 3 മൈനസ് 1. 3 മൈനസ് 1 എത്രയാണ്? 2 ആണ്. ഇനി ബ്രാക്കറ്റിലുള്ള ഫസ്റ്റ് ചെയ്ത് ഇനി നമുക്ക് എന്താ ചെയ്യുന്നത്? ബോർഡ് മാസ് ഡിവിഷൻ ആണ് ഫസ്റ്റ് ചെയ്യുന്നത്. 16 8 ഹരിക്കണം 4 എത്രയാണ്? 2 ആണ് വരിക. 2 മൈനസ് ഇവിടെ എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്. അത് നമുക്ക് ചെയ്തു വിടാം. 2 മൈനസ് 4 അപ്പൊ എത്ര വരും? 16 മൈനസ് 16 പ്ലസ് 2 മൈനസ് 4 എത്ര വരും? -2 വരും. 16 മൈനസ് 2 14 ആൻസർ വരും. 96 എ ആണ് ആൻസർ വരിക. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു സ്കൂളിൽ 2401 വിദ്യാർത്ഥികളുണ്ട്. വരികളുടെ എണ്ണം നിരകളുടെ എണ്ണത്തിന് തുല്യമാകുന്ന തരത്തിൽ കുട്ടികളെ നിർത്തിയാൽ വരികളുടെ എണ്ണം എത്ര? അപ്പൊ ഇതിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഇങ്ങനെ നിർത്തിയിരിക്കണം. അപ്പൊ ഇതിലുള്ള ടോട്ടൽ ആളുകളുടെ എണ്ണം കാണാത്ത നമ്മൾ എന്ത് ചെയ്യും? ഇവിടെയുള്ള എക്സ് നിരകൾ ഇവിടെയുള്ള വൈ നിരകൾ ഗുണിച്ചാൽ നമുക്ക് ടോട്ടലുള്ള നിരകൾ കിട്ടും. ഇവിടെ വേറൊരു കണ്ടീഷനും പറയുന്നുണ്ട്, എക്സ് ഇസ് ഈക്വൽ ടു വൈ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ടോട്ടൽ നിര എന്ന് പറയുന്നത് 2401 ആണ്. അപ്പൊ എക്സ് ഇൻറ്റു വൈ, അതായത് എക്സ് ഇൻറ്റു എക്സ് പറയുന്നത് 2401, അതായത് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് 2401 ആണ്. അപ്പൊ ഇനി വരികളുടെ എണ്ണം എന്തായാലും കണ്ടുപിടിക്കാനുള്ള എക്സിന്റെ എണ്ണമാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ എന്തെല്ലാം? സ്ക്വയർ റൂട്ട് ഓഫ് 2401 ആണ് നമുക്ക് കാണേണ്ടത്. ഇനി ഈ 2401ന്റെ സ്ക്വയർ നമുക്ക് എങ്ങനെ കാണാൻ കഴിയും? നമുക്ക് ഈസിയായി കാണാൻ കഴിയും. നമുക്ക് ഇതിൽ വരുന്നത് ആദ്യത്തെ ഓപ്ഷൻ എടുക്കുക, 47. ഈ 47 എന്ന് പറയുന്ന സമയത്ത് 7 49 വരിക. അപ്പൊ ഇവിടെ തന്നിട്ടുണ്ട് അവസാനത്തെ അക്കം 1 കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്താണ്? 47 ഒരിക്കലും ആൻസർ ആയിട്ട് വരില്ല. അടുത്ത 45 വരിക? 45 വരില്ല. എന്തുകൊണ്ട്? 5 25 വരിക. ഇനി 45ന്റെ സ്ക്വയർ വരുന്നത് നമുക്ക് കണക്ക് കൂട്ടാം. 45ന്റെ സ്ക്വയർ കൂട്ടാൻ എന്ത് ചെയ്യണം? ഈ 5ന്റെ സ്ക്വയർ അത് 25 വെറുതെ എഴുതി. ഇനി ഇവിടെ 4 ആണ്. 4ന്റെ അടുത്ത സംഖ്യ എത്രയാണ്? 5 ആണ്. 4 × 5 എത്രയാണ്? 20. അപ്പൊ 2025 ആയിരിക്കും എന്തെന്ന് പറയുന്നത്? 45ന്റെ സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പൊ 45ന്റെ സ്ക്വയർ 35, 45 ഇവയൊക്കെ കാണാൻ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ 115 ഇതിന്റെയൊക്കെ സ്ക്വയർ കാണാൻ എന്ത് ചെയ്യണം? അപ്പൊ 11 115ന്റെ സ്ക്വയർ കാണണം. അപ്പൊ എന്താ ചെയ്യുക? 5ന്റെ സ്ക്വയർ 25 നമ്മൾ എഴുതി. ഇനി ഇടത് ഭാഗത്തുള്ള 2 അക്കങ്ങളുണ്ട്. അപ്പൊ ഈ 2 അക്കങ്ങളുടെ അടുത്ത സംഖ്യ ഏതാണ് നോക്കുക. 11ന്റെ അടുത്ത സംഖ്യ എന്താണ്? 12 ആണ്. 11 × 12 എത്ര വരും? 132 വരും. ആണോ? കറക്റ്റ് ആണോ? അത് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം? 1 2 2 2 + 1 3 1 132 25 വരും. അപ്പൊ 45 എന്ന് പറയുന്ന സ്ഥലത്ത് 2025 ആണ്. ഇനി നമുക്ക് തന്നിരിക്കുന്ന കുട്ടികളുടെ എണ്ണം പറയുന്നത് 2401 ആണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി വരുമോ? ഓപ്ഷൻ ബി 41 തന്നിട്ടുണ്ട്. 1 സ്ക്വയർ 1 വരുന്നുണ്ട്. ആ ഒരു ക്രൈറ്റീരിയ റെഡി ആവുന്നുണ്ട്. പക്ഷെ നമ്മൾ ഓൾറെഡി 45ന്റെ സ്ക്വയർ കണ്ടുപിടിച്ചിരുന്നു. 45ന്റെ സ്ക്വയർ എത്രയാണ്? 2025 ആണ് വരുന്നത്. നമുക്ക് കാണേണ്ടത് എന്താണ്? 2401 ആണ്. അതിൽ നിന്ന് മനസ്സിലാക്കാം നമ്മുടെ സംഖ്യ എന്ന് പറയുന്നത് 45നേക്കാൾ വലുതാണെന്ന് മനസ്സിലാക്കാം. ഇനി അടുത്തൊരു ഓപ്ഷനുള്ള 49 ആണ്. അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ടിക്ക് ചെയ്യാം. ഈ 49ന്റെ സ്ക്വയർ തന്നെയാണെന്ന് ഉറപ്പിക്കാൻ എന്ത് ചെയ്താൽ മതി? 49ന്റെ സ്ക്വയർ കണ്ടുപിടിക്കാം. അപ്പൊ 49ന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം? 9 × 9 81 സിസ്റ്റം 8. ഇനി അടുത്ത മെത്തേഡ് 9 + 9 18 × 4 ചെയ്യാം. ഓക്കെ, അപ്പൊ അങ്ങനെ 9 + 9 × 4 അപ്പൊ എത്ര വരും? 9 + 9 18. 18 × 4 എത്ര വരും? 72 വരും. 72 + 8 80. സിസ്റ്റം എത്ര വരും? 8 വരും. 4 × 4 16 വരും. 16 + 8 24 വരും. 2401. അപ്പൊ ഈ സ്ക്വയർ ഒക്കെ കാണണം വെച്ചാൽ നമ്മൾ ഇങ്ങനെ ഇരുന്ന് ഗുണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ അടുത്തൊരു എക്സാമ്പിൾ തരാം. 112 × 112 അത് ചെയ്യണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യാം? അത് ചെയ്യേണ്ട മെത്തേഡ് എന്ന് പറയുന്നത് ഇവിടെയുള്ള 2 ഉണ്ടല്ലോ, ഈ 2 + 2 അത് ഗുണിക്കുക. അപ്പൊ 2 × 2 എത്ര വരും? 4 വരും. സിസ്റ്റം ഉണ്ടോ? ഇല്ല.
ഇനി ഈ 2+2 കൂട്ടുക. അപ്പൊ 2+2 എത്ര വരും? 4 വരും. ഈ 4 എന്ത് ചെയ്യണം? ഈ ഇടത് ഭാഗത്തുള്ള അക്കങ്ങൾ കൊണ്ട് ഗുണിക്കുക. അതായത് ഇവിടെ കോമൺ ആയാൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. 4 × 11 എത്ര വരും? 44 വരും. 44 വരും. അപ്പൊ അതില് 4 എഴുതി. ശിഷ്ടം എത്ര വരുന്നുണ്ട്? 4 വരുന്നുണ്ട്. ഇനി അടുത്ത എന്താണ്? അടുത്തുള്ള രണ്ടാക്കങ്ങൾ 11 × 11 ചെയ്യാം. അപ്പൊ അത് എത്ര വരും? 121 വരും. ഈ 121 പ്ലസ് ഈ ശിഷ്ടമുള്ള 4 കൂട്ടും. അപ്പൊ 125 വരും. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 12,544 ആയിരിക്കും. അപ്പൊ 112ന്റെ സ്ക്വയർ നമ്മൾക്ക് ഇങ്ങനെ എഴുതിയിട്ട് തന്നെ പറയാം. ഞാൻ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക? 112 സ്ക്വയർ അല്ലെങ്കിൽ വേണ്ട, നമുക്ക് അടുത്തൊരു സംഖ്യ നോക്കാം. 124ന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പൊ ഞാൻ എന്ത് ചെയ്യാം? 4 16 സിസ്റ്റം 1 4 4 8 8 × 12 96 1 97 സിസ്റ്റം 9 12 × 12 144 144 9 153. അങ്ങനെ ഒറ്റ വഴിയിൽ തന്നെ ഞാൻ ആൻസർ എഴുതിയേക്കും. അപ്പൊ ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്കിത് കറക്റ്റ് ആണോ എന്ന് നോക്കുക വെറുതെ. ഇപ്പൊ 124 124 × 124 14 16 സിസ്റ്റം 1 4 2 8 1 9 1 4 4 24 8 2 4 2 പിന്നെ 124. അപ്പൊ അടുത്ത 6 9 8 17 7 സിസ്റ്റം 1 4 5 4 9 4 13 സിസ്റ്റം 3 1 1 1 2 3 2 5 153 76. അപ്പൊ ഇങ്ങനെയായി ഒരുപാട് നേരം ചെയ്യുന്നതിനേക്കാൾ ഇങ്ങനെയുള്ള ചില ട്രിക്സുകൾ ഉണ്ട്. അത് നമ്മൾ പഠിച്ചു വെക്കണം. ഇപ്പൊ ഈ ഒരു പാറ്റേണിൽ ഇത്രയേ ചോദിച്ചുള്ളൂ. പക്ഷെ ഇനി പോകുന്തോറും ഇങ്ങനെ എക്സാം കുറച്ചും കൂടി വലിയ സംഖ്യകൾ തന്നിട്ടായിരിക്കും ചോദിക്കുക. അപ്പോൾ നമ്മൾ ഒരുപാട് സമയം അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അതിനുവേണ്ടിയാണ് ഇങ്ങനെയുള്ള ട്രിക്കുകളെല്ലാം പഠിക്കേണ്ടത്. അടുത്തത്, ഒരു ബഹുഭുജത്തിലെ ആന്തരിക കോണുകളുടെ തുക 2700 ഡിഗ്രിയാണ്. അതിന് എത്ര വശങ്ങളുണ്ട്? അപ്പൊ അതിനുള്ള ഇത് എന്ന് പറയുന്നത് n-2 × 180 എന്ന് പറയുന്നത് ടോട്ടൽ ആന്തരിക കോണുകളുടെ തുക നമുക്ക് കിട്ടും. അപ്പൊ ഇവിടെ എത്ര തന്നിരിക്കുന്നത്? 2700 തന്നിട്ടുണ്ട്. അപ്പൊ ഇതിനെ സോൾവ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? എത്ര വരും നോക്കാം. 20 18 9 27 30 വരും. 30/2 15 വരും. അപ്പൊ n-2 എന്ന് പറയുന്നത് 15 ആണ്. അപ്പൊ n = 15 + 2 17 എന്നുള്ള ആൻസർ വരും. ഓപ്ഷൻ എന്താണ്? സി ആണ് ആൻസർ വരിക. അടുത്ത ക്വസ്റ്റ്യൻ, 3 വ്യത്യസ്ത റോഡ് ക്രോസിംഗിലുള്ള ട്രാഫിക് ലൈറ്റുകൾ യഥാക്രമം 48 സെക്കൻഡിലും 60 സെക്കൻഡിലും 72 സെക്കൻഡിലും മാറുന്നു. രാവിലെ 7 മണിക്ക് അവ ഒരേ സമയം മാറിയാൽ ഏത് സമയത്താണ് അവ വീണ്ടും ഒരേ സമയം മാറുക? അപ്പൊ ഇതിലെന്താ ചെയ്തിരിക്കുന്നത്? ഇതിൽ ചോദിച്ചിരിക്കുന്നത് ലസാഗു കണ്ടുപിടിക്കുക എന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ LCM കണ്ടുപിടിക്കാൻ അറിയുന്ന ഒരാൾക്ക് ഇത് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ LCM ആണ് കാണേണ്ടത് എന്ന് നമുക്ക് മനസ്സിലായാൽ മാത്രമേ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം. 48 60 72 അവ നോർമൽ മെത്തേഡിലൂടെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു? 12 എല്ലാത്തിനും പോകുന്നതാണ്. അപ്പൊ 12 എഴുതി. അപ്പൊ 12 48 12 60 12 72. ഇത് വീണ്ടും സോൾവ് ചെയ്താൽ 2 കിട്ടും. അപ്പോ 2 4 5 ഒന്നും ചെയ്യാൻ പറ്റില്ല. 6 ചെയ്യുന്ന സമയത്ത് 3 വരും. അപ്പൊ എന്താണ് സംഖ്യ എന്ന് പറയുന്നത്? 12 × 2 × 2 × 5 × 3 2 10. അപ്പൊ അത് വിടുക. 12 × 2 24 24 × 3 72. അപ്പൊ 720 എന്നുള്ള ആൻസർ വരും. ഈ 720 ഉണ്ടല്ലോ, ഈ 720 എന്ന് പറയുമ്പോൾ എത്ര വരും? ഈ 720 എന്ന് പറയുമ്പോൾ നമുക്കറിയാം എത്ര സെക്കൻഡ് വരിക? നമ്മൾ 60 സെക്കൻഡ് കൊണ്ട് ഹരിച്ചു. ഇപ്പൊ എത്ര വരും? 0 0 വെട്ടിപ്പോയി. 12 മിനിറ്റ് എന്ന് നമുക്ക് കിട്ടും. എത്ര കിട്ടും? 12 മിനിറ്റ് എന്ന് കിട്ടും. അപ്പൊ 7 മണിക്ക് ഒരേ സമയം മാറാം. പിന്നെ ഏത് സമയത്ത് മാറുള്ളൂ? 7:12. സി ആണ് ആൻസർ വരിക. 7:12 പിന്നീട് അവ ഒരേ സമയം മാറുക. അപ്പൊ നമുക്ക് ഇത് ഇങ്ങനെ ചെയ്യാം. ഇനി ഈ ലസാഗു ഇങ്ങനെ കണ്ടുപിടിക്കാൻ ഈസി ആയിട്ടുള്ള മെത്തേഡാണ്. ഇനി ഇങ്ങനെയുള്ള ഒരാൾക്ക് അറിയില്ല വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് പ്രോസസ് ആയിട്ട് 48 96 അങ്ങനെ ചെയ്യേണ്ടി വരും. അതിനേക്കാൾ നല്ല മെത്തേഡ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഇങ്ങനെ നമുക്ക് ലസാഗു കണ്ടുപിടിക്കാം. ഇങ്ങനെ ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ കണ്ടുപിടിച്ചതിന് ശേഷം എന്ത് ചെയ്യണം? അത് മിനിറ്റിലേക്ക് മാറ്റിയിട്ട് നമുക്ക് അവ ഒരേ സമയം എപ്പോഴാണ് റിങ് ചെയ്യുക അല്ലെങ്കിൽ ലൈറ്റുകൾ മാറുക എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ഫ്ലവർ വേസിന്റെ വില 120 രൂപയാണ്. കടയുടമ അത് 10% നഷ്ടത്തിന് വിൽക്കുകയാണെങ്കിൽ
വിറ്റ വില എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫ്ലവർ വൈസിന്റെ വില തന്നിട്ടുണ്ട് 120. 10% എന്ന് പറയുമ്പോൾ അത് 12 രൂപയാണ് കമ്മിയാക്കേണ്ടത്. അപ്പോൾ 120ന് 12 രൂപ കമ്മിയാക്കിയാൽ എത്ര വരും? 108 എന്നുള്ള ആൻസർ വരും. ആൻസർ എന്താണ്? 54 സി ആണ് ആൻസർ വരിക. ഒരു കോഡ് ഭാഷയിൽ ഗോ എന്നത് 32 ഷീ എന്നത് 49 ആണ് എങ്കിൽ സമ്മിന്റെ കോഡ് എത്രയാണ്? അപ്പോൾ ഇതിലെങ്ങനെ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ജി ജി എന്ന് പറയുന്നത് 7ാമത്തെ പൊസിഷനാണ്. ഒ എന്ന് പറയുന്നത് 15ാമത്തെ പൊസിഷനാണ്. ഇതിൽ എന്ത് ചെയ്തു? 27 മൈനസ് 7 20 പ്ലസ് 27 മൈനസ് 15 20 പ്ലസ് 12 32. അതുപോലെ ഷീ വരുമ്പോൾ എസ് എന്ന് പറയുന്നത് 19ാമത്തെയാണ്. അപ്പോൾ 27 എസ് എന്നതിന്റെ പൊസിഷൻ 19ആണ്. എച്ചിന്റെ പൊസിഷനോ ഇ എഫ് ജി എച്ച് 8ാമത്തെ പൊസിഷനാണ്. ഇയുടെയോ 5ാമത്തെ പൊസിഷനാണ്. ഇവയെല്ലാം 27 കമ്മിയാക്കി എത്ര വരും? 8 വരും, 19 വരും, 22 വരും. അപ്പോൾ തമ്മിൽ കൂട്ടിയാൽ എത്ര വരും? 22 8 30 19 49 വരും. അപ്പൊ ഷീക്ക് 49 ആണ്. ഇനി അപ്പൊ എസ് ഒ എം ഇ ആകുമ്പോൾ എത്ര വരും? എസിന് നമ്മൾ കണ്ടുപിടിച്ചു. എസിന്റെ എന്ന് പറയുന്നത് 8ആണ്. ഒയുടെ എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചത്? ഒയുടെ 12 എന്ന് നമ്മൾ കണ്ടുപിടിച്ചിരുന്നു. ഇയുടെ എത്രയാണ്? ഇയുടെ നമ്മൾ കണ്ടുപിടിച്ചിരുന്നു 22 ആണ്. എമ്മിന്റെ മാത്രമാണ് കണ്ടുപിടിക്കാനുള്ളത്. ജെ 10, കെ 11, എല് 12, എം 13 ആണ്. അപ്പൊ 27 മൈനസ് 13 എത്ര വരും? 14 വരും. അപ്പോ 8 പ്ലസ് 12 പ്ലസ് 14 പ്ലസ് 22 കാണേണ്ടത്. അപ്പൊ 12 തൊട്ടും 20 പ്ലസ് 14 പ്ലസ് 22 42 42 4 46 56. ഓപ്ഷൻ എന്താണ്? എ ആണ് ആൻസർ വരിക. അടുത്ത ക്വസ്റ്റ്യൻ. എ എന്നത് ബിയുടെ മകനാണ്. സി എന്നുള്ളത് എന്താണ്? എയുടെ ഭാര്യയാണ്. ഇ എന്നത് സിയുടെ മകളാണ്. എങ്കിൽ ബി ഇയുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? ബി ആരാണ്? ബി എന്ന് പറയുന്നത് മുത്തച്ഛനാണ്. അല്ലെങ്കിൽ ഇ എന്ന് പറയുന്നത് കൊച്ചുമകളായിട്ടാണ് വരിക. ഇ എന്നത് സിയുടെ മകളാണ് തന്നിട്ടുണ്ട്. അപ്പൊ എന്താണ്? കൊച്ചുമകനായിട്ട് വരിക, കൊച്ചുമകളാണ് വരിക. ആൻസർ ബി ആണ് വരിക. അടുത്ത സംഖ്യ ഏത്? 10, 18, 45, 109. അപ്പൊ ഇങ്ങനെയുള്ള സംഖ്യ തന്നിരിക്കുകയാണ്. അപ്പൊ ഇതെങ്ങനെ ചെയ്യാ? 10 തൊട്ടും 18. അപ്പൊ 2ന്റെ ക്യൂബ് വരാം, അല്ലെങ്കിൽ 8 വരാം. അടുത്തത് 18 പ്ലസ് 27 എന്ത് വരും? 45 വരും. കറക്റ്റ് ആണല്ലോ. അപ്പൊ 3യുടെ ക്യൂബാണ് 27 എന്ന് പറയുന്നത്. അടുത്തത് 4ന്റെ ക്യൂബ് എത്രയാണ് വരിക? 64 ആണ് വരിക. അപ്പൊ നമുക്ക് നോക്കാം. 45 പ്ലസ് 64 വരുന്ന സമയത്ത് എത്ര വരുന്നുണ്ട്? 109 വരുന്നുണ്ട്. കറക്റ്റ് ആണ്. ഇനി 109 പ്ലസ് 5ന്റെ ക്യൂബ് എത്ര വരും? 125 വരും. അപ്പൊ 109 പ്ലസ് 125 വരുന്ന സമയത്ത് എത്ര വരും? 9 5 14 സിസ്റ്റം 1 2 3 1 1 2 234 വരും. അപ്പൊ ആൻസർ എന്താണ്? 58 ബി ആണ് ആൻസർ വരിക. അടുത്ത ക്വസ്റ്റ്യൻ. 2016 ജൂലൈ 29 വെള്ളിയാഴ്ച ദിവസം ജനിച്ച കുഞ്ഞിന് 4 വയസ്സ് പൂർത്തിയായ ജന്മദിനം വരുന്നത് ഏത് ദിവസമായിരിക്കും? അപ്പൊ ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ ചെയ്യാന്. അപ്പൊ വെള്ളിയാഴ്ചയാണ് ജൂലൈ 29 വന്നിരിക്കുന്നത്. 2017 നോക്കാം. 2017 എന്തായിരിക്കും? ശനിയായിരിക്കും വരിക. 2018 എന്തായിരിക്കും വരിക? ഞായറായിരിക്കും വരിക. 2019 എന്തായിരിക്കും വരിക? തിങ്കളായിരിക്കും വരിക. ഇനി 2020 വരുന്ന സമയത്ത് എന്താണ്? അതിവർഷമാണ്. അപ്പൊ അതിവർഷം വരുന്ന സമയത്ത് എന്തായിരിക്കും? ചൊവ്വയല്ല വരിക, ബുധനായിരിക്കും വരിക. എന്താണ്? 2020 ഫെബ്രുവരി 29 ദിവസമായിരിക്കും. അതുകൊണ്ട് തന്നെ അതിവർഷമാണ്. അതുകൊണ്ട് തന്നെ ആൻസർ എന്ന് പറയുന്നത് 59 സി ആണ് ആൻസർ വരിക. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻറ്റു എന്നത് പ്ലസും ഹരിക്കണം എന്നത് മൈനസും മൈനസ് എന്നത് ഇൻറ്റും പ്ലസ് എന്നത് ഹരിക്കവും ചെയ്യണം. എന്നാൽ 13 ഇൻറ്റു 5 13 ഇൻറ്റു 5 പറയുമ്പോൾ എന്താ വരിക? നമ്മൾ 13 പ്ലസ് 5 മൈനസിന്റെ അവിടെ എന്താ വരിക? മൈനസ് പറയുന്ന സമയത്ത് നമുക്ക് ഇൻറ്റു ആണ് ചെയ്യേണ്ടത്. 5 ഇൻറ്റു 20 പ്ലസ് വരുന്ന സമയത്ത് എന്താ വരുന്നത്? ഹരിക്കാണ് വേണ്ടത്. ഹരിക്കേണ്ട അവിടെ എന്താ വരുന്നത്? മൈനസ് 9. ഇങ്ങനെയാണ് ആൻസർ വരിക.
അപ്പൊ അത് ചെയ്യുന്ന സമയത്ത് എന്ത് വരും? 20 ഹരിക്കണം 10 ആയിരിക്കണം ഫസ്റ്റ് ചെയ്യേണ്ടത്. 20 ഹരിക്കണം 10 എന്ത് വരും? 2 വരും. 5 × 2 എന്ത് വരും? 10 വരും. അപ്പൊ 13 + 10 - 9 വരും. അപ്പൊ എത്ര വരും? 10 - 9 1, 10 13 + 1 14 വരും. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് ബി ആണ് ആൻസർ വരിക. അപ്പൊ നമ്മൾ ഇങ്ങനെ എഴുതിയിട്ട് അത് കറക്റ്റ് ആയിട്ടുള്ള ഗുണനസംഖ്യകളും ഹരണസംഖ്യകളും കറക്റ്റ് ആയിട്ട് ചിഹ്നങ്ങൾ എഴുതിയിട്ട് ചെയ്താൽ നമുക്ക് ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 1 - 2 + 3 - 4 + 5 - 6 പ്ലസ് എക്സെട്ര പ്ലസ് 99 - 100 എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് 1 - 2 + 3 - 4 + 5 - 6 പ്ലസ് എക്സെട്ര അങ്ങനെ പോവുകയാണ്. അപ്പൊ നമുക്കിത് ഓരോന്നും ഒരു ബ്രാക്കറ്റിലായിട്ട് എടുക്കാം. അപ്പൊ എന്ത് വരും? 1 - 2 എന്ന് പറയുമ്പോൾ -1 വരും. പ്ലസ് ഇവിടെ എത്ര വരും? -1 പ്ലസ് -1. അപ്പൊ ഇങ്ങനെ പോവാണ്. ഇങ്ങനെ പോയിട്ട് എത്രയാണ് വരുന്നത്? 99 - 100 അവിടെ വരെ -1 വരും. അപ്പൊ ഈ രണ്ടക്കങ്ങൾ 4 വരുന്ന സമയത്ത് രണ്ടക്കങ്ങളായിരിക്കും, 6 വരുന്ന സമയത്ത് 3 അക്കങ്ങളായിരിക്കും. അപ്പൊ 100 വരുന്ന സമയത്ത് എത്ര ആയിരിക്കും? 50 ആയിരിക്കും വരിക. അതായത് രണ്ടക്കങ്ങൾ വരുന്ന സമയത്ത് 1 2 2 വരുന്ന സമയത്ത് എത്ര ആയിരുന്നു? 2 ഹരിക്കണം 2 1 വന്നത്. ഇനി 3 - 4 4 അക്കങ്ങൾ എടുത്തു. അപ്പൊ എത്ര വരുന്നത്? 4/2 2 വരുന്നത്. ഇനി 6 എടുത്തു. അപ്പൊ 6/2 3 അക്കങ്ങളാണ് വരുന്നത്. അപ്പൊ -3 വരും. അപ്പൊ എത്ര ഇൻറ്റു അക്കങ്ങളുണ്ട്? 100/2 ഉണ്ട്, 50 വരെ ഉണ്ട്. അപ്പൊ -1 പ്ലസ് -1 പ്ലസ് ഇങ്ങനെ പോയിട്ട് 50 വരെ കൂട്ടണം. അപ്പൊ എത്ര വരും? -50 എന്നുള്ള ആൻസർ വരും. ആൻസർ എന്താണ്? ബി ആണ് ആൻസർ വരിക. -50 എന്നതിന് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, 2 6 12 20 30 വിട്ടുപോയ സംഖ്യ എത്ര? അപ്പൊ അതെങ്ങനെ ചെയ്യാ? 2 + 4 6, 6 6 12, 12 8 20, 20 10 30, 30 + 12 42 വരിക. അപ്പൊ ആൻസർ എന്താണ്? ഡി ആണ് വരിക. ഇതെന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഓരോന്നും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണെന്ന് ആദ്യം നോക്കുക, എന്നിട്ട് അത് സോൾവ് ചെയ്തിട്ട് പോയാൽ തന്നെ നമുക്ക് ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, 8 12 15 എന്നീ സംഖ്യകൾ കൊണ്ട് ഭാഗിച്ചാൽ സിസ്റ്റം 5 വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? അപ്പൊ ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുള്ളത്, ആദ്യം LCM കാണുക. LCM കണ്ടിട്ട് നമ്മൾ അതിന്റെ കൂടെ ഒരു 5 കൂട്ടി വയ്ക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ 8 12 15 ഇവയുടെ LCM. അപ്പൊ ഇത് ചെയ്യാം, 4 ഇട്ട് ചെയ്യാം. അപ്പൊ 24 ഇട്ട് 3 4 12 15 നമുക്കൊന്നും ചെയ്യാനില്ല. ഇനി 3 വെച്ച് വീണ്ടും ചെയ്യാം. അപ്പൊ 2 3 2 1 5 തരും. ഇനി ഇത് ചെയ്യുന്ന സമയത്ത് എന്ത് വരും? 2 10 ആണ്, 3 12 120 വരും. അപ്പൊ നമുക്ക് വേണ്ടത് 5 സെറ്റ് വരുന്ന സംഖ്യയാണ് വേണ്ടത്. അപ്പൊ 120 പ്ലസ് 5 125. അപ്പൊ ഇതൊന്നും എന്താ മനസ്സിലാക്കാനുള്ളത്? ഈ 120 എന്ന് പറയുന്നത് നമുക്ക് ഈ 3 സിസ്റ്റം നമ്മൾ ഹരിച്ചാല് ഈ 120നെ ഈ 3 സംഖ്യകൾ കൊണ്ട് ഹരിച്ചാൽ നമുക്ക് നിശേഷം വരിക എന്ന് പറയുന്നത് 0 ആണ്. ഇനി നമ്മൾ ഈ 120ന്റെ കൂടെ 1 ആഡ് ചെയ്ത് വെക്കേ. അപ്പോൾ നിശേഷം നമ്മൾ ഹരിച്ചു കഴിഞ്ഞു, ബാക്കി എന്ത് വരും? 1 വരും. അപ്പൊ നമുക്ക് നിശേഷം വരുന്നത് എത്രയാണ്? 5 ആണ് വരുന്നത്. സിസ്റ്റം എത്ര വരണം? 5 വരണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 120ന്റെ കൂടെ 5 കൂട്ടി ഹരിച്ചാൽ നമുക്ക് എന്ത് സംഭവിക്കും? ഈ 3 സംഖ്യകൾ കൊണ്ട് ഹരിച്ചാലും ആ ഒരു 5 ബാക്കി വരും. അങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇനി 91 മീറ്ററും 117 മീറ്ററും നീളമുള്ള 2 കയറുകൾ തുല്യ നീളമുള്ള കഷ്ണങ്ങളായി മുറിക്കുകയാണെങ്കിൽ ഓരോ കഷ്ണത്തിന്റെയും പരമാവധി നീളം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഹയസ്റ്റ് കോമൺ ഫാക്ടർ അല്ലെങ്കിൽ ഉസാഗയാണ് കാണേണ്ടത്. അപ്പൊ 117 91. അപ്പൊ ഇതിനെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ കാണുക എന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള സംഖ്യയാണ്. കാരണം നമുക്കറിയാം അതെന്താണ്, നമുക്ക് ഒരു സംഖ്യ ഒറ്റ സംഖ്യയായിട്ട് വരുന്നതും ഒരു പ്രൈം നമ്പേഴ്സ് പോലെയൊക്കെ ഉള്ള ഒരു സംഖ്യയായിട്ടാണ് കാണുന്നത്. അപ്പൊ നമുക്ക് വേറൊരു മെത്തേഡ് ഉണ്ട്. എന്ത് ചെയ്യാം? ഈ 117 91 ചെയ്യാം. അപ്പൊ എത്ര വരും? 7 - 1 6 26 വരും. ഈ 26 എന്ന് പറയുന്നതും ഈ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ, അത് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ 26 എന്നുള്ള ഡിഫറൻസും നമുക്ക് എന്ത് ചെയ്യാനും നമുക്ക് ഈസി ആയിട്ട് ഒരേപോലെ മുറിച്ചിട്ട് അടുക്കി വെക്കാൻ പറ്റും. നമ്മുടെ ഒന്ന് ലോജിക്കലായിട്ട് ആലോചിക്കണം. നമുക്ക് എന്ത് സംഭവിച്ചോ? നമുക്ക് 2 കയറുകൾ തന്നിട്ടുണ്ട്. ഈ 2 കയറുകൾ നമുക്ക് ഇങ്ങനെ തുല്യ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെക്കാൻ പറ്റും. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ബാക്കിയുള്ള കയറുണ്ടല്ലോ,
അതായത് 91 മീറ്റർ കഴിഞ്ഞിട്ടുള്ള ബാക്കി 26 മീറ്റർ നീളമുണ്ട്, 117 മീറ്റർ. അതും നമുക്ക് ഒരുക്കി വെക്കാൻ പറ്റണം. ഓക്കെ, അപ്പൊ നമ്മൾ 2 കയർ തന്നു, ഒരെണ്ണം 91 മീറ്റർ, പിന്നെ നമുക്ക് തന്നിരിക്കുന്ന കയർ എത്രയാണ്? 91 മീറ്ററിന് കൂടെ 26 മീറ്റർ ആഡ് ചെയ്തിട്ടുള്ള ഒരു കയറാണ് തന്നിരിക്കുന്നത്. ഇവ രണ്ടും എന്ത് ചെയ്യണം? ഈക്വൽ ആയിട്ട് മുറിക്കണം എന്ന് പറഞ്ഞാൽ ഈ 91 മുറിച്ച് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള 26 ഇതേപോലെ മുറിക്കാൻ പറ്റണം. ഈ 26 മുറിക്കാൻ പറ്റുന്ന സംഖ്യകൾ എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ്? 13 ഉള്ളൂ. അപ്പൊ നമുക്ക് എന്തായാലും മനസ്സിലാക്കാം, ഓപ്ഷൻ ബി എന്നാണ് ആൻസർ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമുക്ക് വേറൊരു കാര്യം നോക്കാം. ഈ 117 13 കൊണ്ട് ഹരിക്കാൻ പറ്റുമെന്ന് നോക്കാം. 117 13 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നുണ്ട്. എത്ര വരും? ഒരു 9 ഇട്ട് നോക്കുക. 9 3 27 വരും. 9 9 സോറി 9 3 27 സിസ്റ്റം 2 വരിക. 9 9 9 2 11 117 വരും. അല്ലെങ്കിൽ നമുക്ക് ആലോചിക്കാം 130 എന്ന് പറയുന്നത് 10 10 × 13 130 ആയിരിക്കും. 130 ഒരു 13 കമ്മിയൊക്കെ 117 കിട്ടും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പെട്ടെന്ന് തന്നെ നോക്കിയിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്? 13 117 ഹരിക്കാൻ പറ്റും. ഇനി നമുക്ക് നോക്കാം 91. 91 13 കൊണ്ട് ഹരിക്കാൻ പറ്റും. കാരണം 7 7 ഇട്ടാല് 7 3 21 സിസ്റ്റം 2 ഒരു 7 9. അപ്പൊ 91 13 കൊണ്ട് ഹരിച്ചാൽ എത്ര വരും? 7 ആൻസർ വരും. അപ്പൊ ഇത് രണ്ടും സാറ്റിസ്ഫൈ ആകുന്നത് ഏതാണ്? 13 ആൻസർ വരുന്നത്. ക്ലിയർ ആണല്ലോ? ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്? നമുക്ക് ഉസാഗ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 3/5 5/8 2/3 എന്നിവയെ ആരോഹണ ക്രമത്തിൽ എഴുതുക. ആരോഹണ ക്രമം എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറുതിൽ നിന്നും വലുതാക്കുന്നതാണ് ആരോഹണ ക്രമം എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം 3/5 3/5 ചെയ്യുന്ന സമയത്ത് എന്താ വരും? 30/5, അതായത് 0.6 വരും. ഇനി 5/8 5/8 ചെയ്യുന്ന സമയത്ത് എന്താ വരും? 50/8 ചെയ്യാം. അപ്പൊ 6 48 വരും ആണല്ലോ. ബാക്കി 20 വരും. 20/8 പറയുന്ന സമയത്ത് എത്ര വരും? 0.2 വരും, അതായത് 2 വരും. അപ്പൊ 0.62 എന്നുള്ള സംഖ്യ വരും. അടുത്ത് 2/3 2/3 വരുന്ന സമയത്ത് എത്ര വരും? 1/3 എന്ന് പറഞ്ഞാൽ 0.333 ഇൻറ്റു 2 പറയുന്ന സമയത്ത് എത്ര വരും? 0.666 എന്ന് പറയും. അപ്പൊ എന്നിവയെ ആരോഹണ ക്രമത്തിൽ എഴുതുന്ന സമയത്ത് എന്താണ് വരിക? ഇതേ പാറ്റേൺ തന്നെ വരിക. 85 എ ആണ് ആൻസർ വരിക. 85 എന്താണ് വരിക? എ ആണ് ആൻസർ. 3/5 5/8 2/3 എന്നാണ് വരിക. ഇനി ഇത് ഈസി ചെയ്യാൻ വേറെ മെത്തേഡുകൾ പറഞ്ഞാൽ ഉണ്ട്, അത് പക്ഷെ ഇത്തിരി tedious ആയിട്ടുള്ള വർക്കാണ്. 3/5 2/3. അപ്പൊ ഇത് ഓരോന്നായിട്ട് ചെയ്യേണ്ടി വരും. 3/5 ആണ് 5/8 ആണ് വലുത് നോക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 3/3 × 8 ചെയ്യുക, 5 × 5 ചെയ്യുക. 3 × 8 പറയുന്നത് 24 വരും. 5 × 5 25 വരും. അപ്പൊ 3/5 5/8 കമ്പയർ ചെയ്യുന്ന സമയത്ത് 3/5 ചെറുതും 5/8 വലുതുമാണ്. ഇനി 5/8 2/3 കമ്പയർ ചെയ്യുന്ന സമയത്ത് എന്ത് വരും? 5 3 15 2 16 വരും. അപ്പൊ എന്ത് മനസ്സിലാക്കാം? അതായത് ഇത് ചെയ്തിരിക്കുന്നത് എന്താണ്? ആദ്യ സംഖ്യയുടെ ന്യൂമറേറ്റർ, അതായത് അംശം ഇൻറ്റു രണ്ടാമത്തെ സംഖ്യയുടെ ഛേദം, പിന്നെ രണ്ടാമത്തെ സംഖ്യയുടെ അംശം ഇൻറ്റു ആദ്യത്തെ സംഖ്യയുടെ ഛേദം. അപ്പൊ ഇതിൽ ഏതാണ് വലുത് വരുന്നത്? ആ സംഖ്യയുടെ ന്യൂമറേറ്റർ ആയിരിക്കും, ആ സംഖ്യയിൽ ഇരിക്കുന്ന ന്യൂമറേറ്റർ ആയിരിക്കും ഏറ്റവും വലുത് എന്ന് പറയുന്നത്. ആ ഒരു മെത്തേഡ് വെച്ചിട്ടും ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നേരെ ഡിവിസിബിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. നമ്മളത് ഡിവിസിബിൾ ആയിട്ട് ചെയ്യുന്നതാണ് ഈസി ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു സമചതുരത്തിന്റെ ചുറ്റളവ് 36 സെന്റിമീറ്റർ ആയാൽ അതിന്റെ പരപ്പളവ് എത്ര? അപ്പൊ നമുക്ക് തന്നിട്ടുണ്ട് ചുറ്റളവ് എന്ന് പറഞ്ഞാൽ 4 36 തന്നിട്ടുണ്ട്. അപ്പോൾ എ എന്ന് പറയുന്നത് എത്രയാണ്? 9 4 36 കിട്ടിയിട്ടുണ്ട്. ഇനി അതിന്റെ പരപ്പളവ് എന്ന് പറയുമ്പോൾ a² ആണ്. അപ്പൊ 9 × 9 81 എന്നായിരിക്കും ആൻസർ വരിക. ഓപ്ഷൻ 86 എ ആണ് ആൻസർ വരിക. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ക്ലാസ്സിൽ 20 കുട്ടികളുടെ ശരാശരി വയസ്സ് എത്രയാണ്? 20 കുട്ടികളുടെ ശരാശരി വയസ്സ് 12 ആണ്. ഒരു പുതിയ കുട്ടി വന്നപ്പോൾ എന്തായി? ശരാശരി വയസ്സ് എന്തായി? 13 ആയി. എന്നാൽ പുതിയ കുട്ടിയുടെ വയസ്സ് എത്ര? ഇത് നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും? ഈ 20 കുട്ടികൾക്കും 12 വയസ്സാണ്. അപ്പൊ പുതുതായി വന്ന കുട്ടി എല്ലാവരുടെ ആവറേജ് ചേർത്ത് എന്ത് ചെയ്യണം? ഈ 20 പേർക്ക് എന്ത് ചെയ്യണം? ഓരോ വയസ്സ് വെച്ച് ദാനം ചെയ്യണം. പ്ലസ് എന്ത് ചെയ്യണം? അപ്പൊ 20 വയസ്സ് ദാനം ചെയ്യണം. ഓരോ കുട്ടിക്ക് ഓരോ വയസ്സ് കൊടുക്കുന്ന സമയത്ത് 20 വയസ്സ് പ്ലസ് ഈ വരുന്ന കുട്ടിക്കും 13 വയസ്സായാൽ മാത്രമേ ടോട്ടലിന്റെ ആവറേജ് എന്ന് പറയുന്നത് എത്രയാവുള്ളൂ? 13 എന്ന് പറയുള്ളൂ. അപ്പൊ എത്രയാണ് ആൻസർ വരിക? 20 + 13 33 ആണ് ആൻസർ വരിക.
ഓപ്ഷൻ ഡി ആണ് വരിക. ഇനി നമ്മൾ സാധാരണ മെത്തേഡ് ചെയ്യുന്ന സമയത്ത് എന്താ വരിക ചെയ്യുക? ആദ്യത്തേത് 20 പ്ലസ് 20 × 12 എത്ര വരും? 12 2 24. ഇപ്പൊ 240 വരും. ഇനി രണ്ടാമത് വന്നപ്പോൾ കുട്ടിക്ക് എത്ര വയസ്സായി? ആവറേജ് എന്ന് പറയുന്നത് 21 × 13 ആയി. അപ്പൊ ഇത് ചെയ്യുന്ന സമയത്ത് എത്ര വരും? 3 3 2 6 1 7 1 2 2 വരും. അപ്പൊ 273 മൈനസ് പുതിയ ആവറേജ് മൈനസ് പഴയ ആവറേജ് ചെയ്യുന്ന സമയത്ത് ഈ പുതിയ കുട്ടിയുടെ വയസ്സ് കിട്ടും. അപ്പൊ 273 മൈനസ് 240 ചെയ്യുന്ന സമയത്ത് എത്ര വരും? 33 എന്നുള്ള ആൻസർ വരും. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു വസ്തു 450 രൂപയ്ക്ക് വിറ്റപ്പോൾ 20% നഷ്ടമായി. എത്ര രൂപയ്ക്ക് വിറ്റാൽ 80% ലാഭം കിട്ടും? അപ്പോൾ ആ ഒരു വസ്തുവിന് എക്സ് എന്ന് പറയുന്നതിന് 20%, അതായത് 80% വില എന്ന് പറയുന്നത് എത്രയാണ്? 480 ആണ്. അപ്പൊ ഇത് ചെയ്യുന്ന സമയത്ത് എക്സിന്റെ വാല്യൂ എത്ര വരും? 600 എന്ന് വരും. അപ്പൊ ഇത് സോൾവ് ചെയ്യണം. 0 0 വെട്ടിപ്പോയി 48 ചെയ്യുന്ന സമയത്ത് 48 ഹരിക്കണം 8 വെട്ടിപ്പോയപ്പോ 6 വന്നു. ഇവിടുത്തെ 100 അവിടെ പോയപ്പോ മൾട്ടിപ്ലിക്കേഷൻ വന്നു. അപ്പൊ എക്സ് 600 എന്ന് കിട്ടി. ഇനി എത്ര രൂപയ്ക്ക് വിറ്റാൽ 20% ലാഭം കിട്ടും? അപ്പോൾ നമുക്ക് എന്ത് കിട്ടണം? 20% ലാഭം കിട്ടണം. ഇതിന്റെ 10% എന്ന് പറയുന്നത് എത്രയാണ്? 60 രൂപയാണ്. 10% കണ്ടെടുത്താൽ എന്ത് ചെയ്താൽ മതി? നമ്മൾ ഒരു പോയിന്റ് ഇങ്ങോട്ട് മാറ്റിയിട്ടാൽ മതി. നമ്മൾ ലെഫ്റ്റിലേക്ക് മാറ്റിയിട്ടാൽ മതി. അപ്പൊ 10% 60 രൂപ. 20% പറയുമ്പോൾ എത്ര വരും? 120 വരും. ഇതിന്റെ ഇരട്ടിയായിരിക്കും 20% എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എത്ര രൂപയ്ക്ക് വിൽക്കണം? 600 കൂടെ 120 കൂടി ആഡ് ചെയ്ത് 720 രൂപയ്ക്ക് വിറ്റാൽ മാത്രമാണ് നമുക്ക് എന്ത് കിട്ടുക? 10% ലാഭം കിട്ടുക. അപ്പൊ ആൻസർ എന്താണ്? എ ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. 4.32 പ്ലസ് 0.8 പ്ലസ് 12.001 പ്ലസ് മൈനസ് 5.6 എത്ര? അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ആദ്യം ആഡ് ചെയ്യാം. 12.001 പ്ലസ് 0.8 പ്ലസ് 4.32. അപ്പൊ ഇത് ചെയ്യുന്ന സമയത്ത് 1 2 3 വട്ടം 11 ശിഷ്ടം 1 1 2 3 4 7 17.121 എന്ന് കിട്ടും. ഇനി 17.121 എത്ര കമ്മിയാക്കണം? 5.6 കമ്മിയാക്കണം. അപ്പൊ 1 2 2. ഇനി 11 6 കമ്മിയാക്കുമ്പോ 5. ഇവിടെ എത്ര വരും? ഇവിടെ 6 വരും. 6 മൈനസ് 5 1 11.521 എന്നുള്ള ആൻസർ വരും. അപ്പൊ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. ഇത് നമുക്ക് നോക്കാം. 1 1 2 അങ്ങനെ 1 6 5 11 1 സിസ്റ്റം 1 1 1 2 5 7 17. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് എത്ര? 11.521 ആണ് ആൻസർ വരിക. അടുത്ത ക്വസ്റ്റ്യൻ. 120 മീറ്റർ നീളമുള്ള ട്രെയിന് 160 മീറ്റർ നീളമുള്ള ഒരു പ്ലാറ്റ്ഫോം പൂർണ്ണമായി കടക്കാൻ സെക്കൻഡിൽ 20 മീറ്റർ വേഗത്തിൽ സഞ്ചരിച്ചാൽ എത്ര സമയം വേണം? അപ്പൊ ട്രെയിനിന്റെ നീളം എന്ന് പറയുന്നത് 120 മീറ്റർ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? 160 മീറ്റർ നീളമുള്ള പ്ലാറ്റ്ഫോം കണക്കണം. അപ്പൊ നമുക്ക് ടോട്ടൽ കടക്കേണ്ട എണ്ണം എന്നും ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 160 പ്ലസ് 120, അതായത് 280 ആണ്. ഇനി സെക്കൻഡിൽ എത്രയാണ് വേഗത? 20 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ എത്ര സമയം വേണം? ടോട്ടൽ ലെങ്ത് ഡിവൈഡഡ് ബൈ വേഗത ഇസിക്വൽ നമുക്ക് എന്ത് കിട്ടും? സമയം കിട്ടും. അപ്പൊ 280/20 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ അത് ചെയ്യുന്ന സമയത്ത് എത്ര വരും? 14 സെക്കൻഡ് എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ ആൻസർ എന്താണ്? 14 ആണ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക. അപ്പൊ നമ്മൾ എന്താ ചെയ്ത്? ട്രെയിനിന്റെ ലെങ്ത് പ്ലസ് പ്ലാറ്റ്ഫോമിന്റെ ലെങ്ത് ഡിവൈഡഡ് ബൈ വേഗത ഇസിക്വൽ ടു നമുക്ക് സമയം കിട്ടും. വേഗതയുടെ ഫോം എന്താണ്? വേഗത ഇസിക്വൽ ടു ദൂരം ബൈ സമയം എന്നാണ്. അപ്പൊ സമയം കിട്ടണം വെച്ചാൽ എന്ത് ചെയ്യണം? സമയം കിട്ടണം വെച്ചാൽ നമ്മൾ ദൂരം ബൈ വേഗത ചെയ്യണം. ഇനി നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ ചെയ്യാനുണ്ട്. തൽക്കാലം ഞാൻ ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്